നമസ്കാരം. മലയാളം SART ചാനലിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിലെ ഇതാ ഒരു മായാലോകം എന്ന പാഠമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ പാഠത്തിൽ ഒരു മഴയനുഭവം നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഈ പാഠത്തിൽ ഒരു മണ്ണനുഭവമാണ്. മണ്ണും മനുഷ്യനുമായി വളരെയധികം ബന്ധമുണ്ട്. ജനിച്ച മണ്ണ് നമുക്ക് ഓരോരുത്തർക്കും പ്രിയപ്പെട്ടതല്ലേ? നമ്മൾ ജനിച്ച മണ്ണ്, പിച്ച വെച്ച് നടുന്ന മണ്ണ്, നമുക്ക് അതൊരു വികാരം തന്നെയാണ്. നാം പിറന്നു വീഴുന്നത് മണ്ണിലേക്കാണ്. മണ്ണോട് ചേർന്നാണ് ഈ ഭൂമിയിലെ ജീവിതം അവസാനിക്കുന്നതും. പാറ പൊടിഞ്ഞുണ്ടാകുന്ന ടിപ്പർ ലോറിയിൽ കടത്താനുള്ള ഒരു വസ്തു മാത്രമല്ല അത് എന്നർത്ഥം. മാത്രമല്ല, നമ്മൾ കാണുന്നവയും കാണാത്തവയുമായ കോടിക്കണക്കിന് ജീവികളുടെ ആവാസഭൂമിയാണ് മണ്ണ്. മണ്ണെന്ന അത്ഭുത ലോകത്തെ അടുത്തറിയാൻ സഹായിക്കുന്ന ഒരു ലേഖനമാണ് ഈ പാഠം. മണ്ണിനുള്ളിലേക്ക് നമ്മുടെ നോട്ടം അത്ര എത്താറില്ല. ഒരു ശാസ്ത്രജ്ഞൻ മണ്ണിനുള്ളിലേക്ക് നോക്കാൻ ശ്രമിച്ചതിൻ്റെ അനുഭവങ്ങൾ വിവരിക്കുന്ന ലേഖനം വായിക്കൂ. ഇതാ ഒരു മായാലോകം. ഒരിക്കൽ ഒരു ശാസ്ത്രജ്ഞന് ഒരു കിറുക്ക് തോന്നി. ഇത്രയും ദിവസങ്ങൾ ഞാൻ മരത്തിലേക്ക് നോക്കി നടന്നു. ഇനി മണ്ണിലേക്ക് ഒന്ന് നോക്കിയാലോ? അദ്ദേഹം അങ്ങനെ ചിന്തിച്ചു. മണ്ണിലേക്ക് നോക്കുകയും ചെയ്തു. എന്നിട്ടോ മണ്ണിലൊരു മായാലോകം കണ്ടെത്തി. അതിരസകരമായ ആ കഥ കേട്ടോളൂ. ആർക്കാണ് കിറുക്ക് തോന്നിയത്? ഒരു ശാസ്ത്രജ്ഞന് അല്ലേ? ശാസ്ത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിയാലോ? ഏതെങ്കിലും ഒരു ശാസ്ത്രമേഖലയിൽ ശാസ്ത്രീയമായ ഗവേഷണം നടത്തുന്നയാളെയാണ് ശാസ്ത്രജ്ഞൻ എന്ന് പറയുക. അതായത് പക്ഷികളെക്കുറിച്ചോ മൃഗങ്ങളെക്കുറിച്ചോ സസ്യങ്ങളെക്കുറിച്ചോ, ഇനി മാത്സ് ആണെങ്കിൽ ആ വിഷയത്തിലോ ആഴത്തിലുള്ള പഠനം നടത്തുന്നവരെയാണ് ശാസ്ത്രജ്ഞന്മാർ എന്ന് പറയുന്നത്. ഇവിടെ അത്തരമൊരു ശാസ്ത്രജ്ഞനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ആ ശാസ്ത്രജ്ഞനാണ് കിറുക്ക് തോന്നിയത്. അല്ലെങ്കിലും ആർക്കെങ്കിലും ഒരാൾക്ക് തോന്നിയ കിറുക്ക് തന്നെയാണ് പിന്നീട് വലിയ കണ്ടുപിടുത്തങ്ങളൊക്കെ ആയിട്ട് മാറുന്നതും ശാസ്ത്രജ്ഞന്മാരായിട്ട് അവർ അറിയപ്പെടുന്നതും. ആപ്പിൾ നിലത്തേക്ക് വീണത് കണ്ടപ്പോൾ എന്തുകൊണ്ടാണ് അത് മുകളിലേക്ക് പോകാത്തത് എന്ന കിറുക്കൻ ചിന്തയാണ് ഐസക് ന്യൂട്ടൻ്റെ ഗുരുത്വാകർഷണ സിദ്ധാന്തമായി പുറത്തേക്ക് വന്നത്. അത് കേട്ടിട്ടില്ലേ നിങ്ങൾ? അത്തരമൊരു കിറുക്ക് തന്നെയാണ് ഇവിടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് ആ കിറുക്ക് എന്ന് നമുക്ക് നോക്കാം. 100ഓളം വർഷങ്ങൾക്ക് മുമ്പാണ് ആ സംഭവം നടന്നത്. ആരായിരുന്നു ആ മിടുക്കനായ കിറുക്കൻ? ഡോക്ടർ വില്യം ബീബ്, ന്യൂയോർക്ക് സുവോളജിക്കൽ സൊസൈറ്റിയിലെ ശാസ്ത്രജ്ഞൻ. ബ്രസീലിലെ ഒരു കാട്ടിൽ വെച്ചാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു വിചിത്രമായ ആശയം തോന്നിയത്. കാട്ടിൽ നിന്നും പക്ഷികളെ ശേഖരിക്കാൻ എത്തിയതായിരുന്നു അദ്ദേഹം. അതിനായി അദ്ദേഹം കുറേ ദിവസങ്ങൾ ബ്രസീലിലെ ബേലം എന്ന പ്രദേശത്തെ കാട്ടിൽ കഴിഞ്ഞു. കൊടും കാട്ടിലൂടെ കാട്ടുമരങ്ങളുടെ ഇലകൾ വീണടിഞ്ഞു കിടക്കുന്ന മണ്ണിന് മുകളിലൂടെ അദ്ദേഹം അലഞ്ഞു നടന്നു. കാട്ടരുവിയിലൂടെയും സഞ്ചരിച്ചു. ഈ സംഭവം നടന്നത് എവിടെയാണ്? ബ്രസീലിലെ ഒരു കാട്ടിൽ വച്ചാണ് അല്ലേ? ആരായിരുന്നു ശാസ്ത്രജ്ഞൻ? ഡോക്ടർ വില്യം ബീബ് ആണ് ശാസ്ത്രജ്ഞൻ. അദ്ദേഹം
ന്യൂയോർക്ക് സുവോളജിക്കൽ സൊസൈറ്റിയിലെ ശാസ്ത്രജ്ഞനാണ്. സുവോളജി എന്ന് പറഞ്ഞാൽ ജീവികളെക്കുറിച്ചും ജീവനെക്കുറിച്ചുമൊക്കെ പഠിക്കുന്ന ശാസ്ത്രശാഖയാണ്. ജീവികളുടെ ഉത്ഭവം, വളർച്ച, അവയ്ക്കുണ്ടാവുന്ന മാറ്റങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ ആഴത്തിലുള്ള പഠനം നടത്തുന്ന ആളാണ് ഡോക്ടർ വില്യം ബീബ്. അദ്ദേഹം എന്തിനാണ് കാട്ടിലേക്ക് പോയത്? ബ്രസീലിലെ കാട്ടിലേക്ക് പോയത് എന്തിനാണ്? പക്ഷികളെ ശേഖരിക്കാനാണല്ലേ. പക്ഷികളെ ശേഖരിക്കാനായി ബ്രസീലിലെ കാട്ടിൽ പോയപ്പോഴാണ് വിചിത്രമായ ആ ആശയം തോന്നിയത്. എന്താണ് ആ ആശയം എന്നൊക്കെ നമുക്ക് വഴിയെ മനസ്സിലാവും. അതിനായി അദ്ദേഹം കുറേ ദിവസങ്ങൾ ബ്രസീലിലെ ബേലം എന്ന പ്രദേശത്തെ കാട്ടിൽ കഴിഞ്ഞു. ബ്രസീലിലെ കാട്ടിലാണ് പോയത് പക്ഷികളെ ശേഖരിക്കാനായിട്ട്. അദ്ദേഹം കാട്ടിലൂടെ ദിവസങ്ങളോളം സഞ്ചരിച്ചു പക്ഷികളെ അന്വേഷിച്ചിട്ട്, അല്ലേ? നമ്മുടെ ആ ചിത്രത്തിൽ തന്നെ കാണാം അദ്ദേഹം പക്ഷികളെ നോക്കിക്കൊണ്ട് നടക്കുന്നത്, അല്ലേ? മേലോട്ട് നോക്കിക്കൊണ്ട് നടക്കുകയാണ്. ഓരോ മരക്കൊമ്പിലും അല്ലെങ്കിൽ പറന്നു പോകുന്ന പക്ഷികളിലൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ. കൊടും കാട്ടിലൂടെ, കാട്ടുമരങ്ങളുടെ ഇലകൾ വീണടിഞ്ഞു കിടക്കുന്ന മണ്ണിന് മുകളിലൂടെ അദ്ദേഹം അലഞ്ഞു നടന്നു. കാട്ടരുവിയിലൂടെയും സഞ്ചരിച്ചു. എവിടെയൊക്കെ പക്ഷികളെ കാണാമോ അവിടെയൊക്കെ അദ്ദേഹം നടന്നന്വേഷിച്ചു. അപ്പോഴൊക്കെ കണ്ണു മരത്തിലായിരുന്നു. പക്ഷികളെ കണ്ടെത്തണമെങ്കിൽ മുകളിലേക്ക് നോക്കാതെ പറ്റുമോ? അങ്ങനെ പക്ഷികളെ കണ്ടെത്തിയും തിരിച്ചറിഞ്ഞും വേണ്ടവയെ പിടിച്ചും അദ്ദേഹം ആ കാട്ടിലൂടെ ഏറെ ദൂരം സഞ്ചരിച്ചു. അദ്ദേഹം കാട്ടിലേക്ക് വന്നത് എന്തിനായിരുന്നു? പക്ഷികളെ ശേഖരിക്കാനായിരുന്നു, അല്ലേ? പക്ഷികളെക്കുറിച്ചുള്ള പഠനം നടത്തുകയാണ് അദ്ദേഹം. അപ്പോൾ പക്ഷികളെക്കുറിച്ച് അറിയാനും അവയെ ശേഖരിക്കാനുമൊക്കെ ആയിട്ടാണ് ബ്രസീലിലെ ആ കാട്ടിൽ അദ്ദേഹം എത്തിയത്. അങ്ങനെ ദിവസങ്ങളോളം കാട്ടിൽ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ മുകളിലോട്ട് നോക്കിക്കൊണ്ടാണ് നടക്കുന്നത്, അല്ലേ? പക്ഷികളെ ശ്രദ്ധിച്ചുകൊണ്ടാണ് നടത്തം. അപ്പോഴൊന്നും നിലത്തേക്ക് നോക്കാൻ പോലും അദ്ദേഹത്തിന് നേരമില്ലായിരുന്നു. നിലത്തേക്ക് നോക്കിപ്പോയാൽ ഏതെങ്കിലും പക്ഷി കണ്ണിൽപ്പെടാതെ പോയാലോ? അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നോട്ടം മുഴുവൻ മുകളിൽ മരക്കൊമ്പിലും ആകാശത്തും ഒക്കെ ആയിരുന്നു. അങ്ങനെ തിരക്കിട്ട പണി തീരാറായി. ഇനി തിരിച്ച് ന്യൂയോർക്കിലേക്ക് പോകണം. അദ്ദേഹം വന്നെത്തിയതിൻ്റെ ലക്ഷ്യങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞു. ആവശ്യമുള്ള പക്ഷികളൊക്കെ ശേഖരിച്ചു. ഇനി തിരിച്ചു പോവുകയാണ് വേണ്ടത് ന്യൂയോർക്കിലേക്ക്. ഇപ്പോൾ ഇവിടെയുള്ളത് ഇപ്പോൾ ബ്രസീലിലാണല്ലേ. ഇനി ന്യൂയോർക്കിലേക്ക്, അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോകണം. അരുവിയിലൂടെ താഴേക്ക് സഞ്ചരിക്കണം, കടലിലെത്തണം, കപ്പലിൽ കയറണം, പിന്നെ കുറേ ദിവസങ്ങൾ നീളുന്ന കപ്പൽ യാത്ര. അപ്പോഴേ ന്യൂയോർക്കിലെത്തും. ന്യൂയോർക്ക് അങ്ങ് വടക്കേ അമേരിക്കയിലാണല്ലേ. ബ്രസീലാണെങ്കിൽ തെക്കേ അമേരിക്കയിലും. രണ്ടും രണ്ട് ഭൂഖണ്ഡങ്ങളിലാണ്. അപ്പോൾ ഒരു സ്ഥലത്തു നിന്ന് മറ്റു സ്ഥലത്തേക്ക് എത്താൻ ഒരുപാട് ദിവസങ്ങൾ യാത്ര ചെയ്യണം. കടലിലൂടെയാണ് യാത്ര, അല്ലേ? കപ്പലിലൂടെയാണ് യാത്ര. അപ്പോൾ അദ്ദേഹം തിരിച്ചു പോവാനുള്ള തയ്യാറെടുപ്പിലായി. കപ്പലിൽ കാടില്ല, മരങ്ങളില്ല, പക്ഷികളുമില്ല. അപ്പോൾ നേരം പോകാൻ എന്താണ് വഴി? അതിനുള്ള വഴിയായിരുന്നു കാട്ടുമണ്ണ് പരിശോധന. ഇത്രയും ദിവസങ്ങൾ ചവിട്ടി നടന്ന ഈ മണ്ണിലും രഹസ്യങ്ങൾ കണ്ടേക്കാം. അങ്ങനെ ഒരു സംശയം എങ്ങനെയോ ആ ശാസ്ത്രജ്ഞൻ്റെ മനസ്സിൽ കയറിപ്പറ്റി. അക്കാലത്ത് ആ സംശയത്തെപ്പറ്റി മറ്റാരെങ്കിലും കേട്ടിരുന്നെങ്കിൽ അത് കിറുക്കാണെന്ന് പറയുമായിരുന്നു. ഡോക്ടർ ബീബിനെ അവർ കളിയാക്കുകയും ചെയ്തേനെ. അപ്പോൾ ആ നീണ്ട കപ്പൽ യാത്രയ്ക്കിടയിൽ സമയം പോവാനായി അദ്ദേഹം കണ്ടെത്തിയ മാർഗം എന്തായിരുന്നു? മണ്ണിനെ അടുത്തറിയുക എന്നതായിരുന്നു, അല്ലേ? മണ്ണിനെ പരിശോധിക്കുക, മണ്ണിനുള്ളിലെ രഹസ്യം കണ്ടെത്തുക. അതായിരുന്നു അദ്ദേഹം കണ്ടെത്തിയ പോംവഴി. കപ്പലിലല്ലേ യാത്ര, കപ്പലിൽ മരങ്ങളില്ല, കാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ദിവസങ്ങളോളം ഇങ്ങനെ മുഷിഞ്ഞ് യാത്ര ചെയ്യണ്ടേ. അപ്പോൾ ആ മുഷിച്ചലിൽ നിന്നും ബോറടിയിൽ നിന്നും നേരം പോകാൻ വേണ്ടിയിട്ടായി അദ്ദേഹം പുതിയൊരു മാർഗം കണ്ടെത്തി. കാട്ടുമണ്ണ് പരിശോധനയാണ് അദ്ദേഹം കണ്ടെത്തിയ മാർഗം.
ആ സംശയത്തെ അദ്ദേഹത്തിൻ്റെ ആ പോംവഴിയെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു ചിന്തയെക്കുറിച്ച് ആരെങ്കിലും കേട്ടിരുന്നെങ്കിൽ അദ്ദേഹത്തിന് കിറുക്കാണെന്ന് പറഞ്ഞേനെ. കാരണം അക്കാലത്ത് മണ്ണിനെക്കുറിച്ചോ അല്ലെങ്കിൽ മണ്ണിനുള്ളിലെ ജീവികളെക്കുറിച്ചുള്ള പഠനത്തിനോ ഒന്നും ഒരു പ്രാധാന്യവും ഉണ്ടായിരുന്നില്ല. അത്തരം പഠനത്തിന് വലിയ പ്രാധാന്യം നൽകിയിട്ടില്ലാത്ത ഒരു കാലമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു മണ്ണ് പരിശോധന നടത്തുന്ന ഇദ്ദേഹത്തിന് കിറുക്കാണെന്ന് തന്നെ കേൾക്കുന്നവർക്കൊക്കെ തോന്നും. ഡോക്ടർ ബേബിനെ അവർ കളിയാക്കുകയും ചെയ്തേനെ. എന്നാൽ ഒരു കാര്യം അറിയണം, നല്ല ശാസ്ത്രജ്ഞന്മാർക്ക് ഇത്തരം സംശയങ്ങൾ തോന്നൂ. അത്തരം കിറുക്കന്മാരാണ് മറ്റാരും ചോദിക്കാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നത്, മറ്റാരും കാണാത്തത് കണ്ടെത്തുന്നതും. അല്ലെ, ശാസ്ത്രജ്ഞന്മാർക്കും അതുപോലെ കവികൾക്കുമൊക്കെയാണ് മറ്റാരും കാണാത്ത കാഴ്ചകളിലേക്ക് യാത്ര ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തെ പോലുള്ള വില്യം ബേബിനെ പോലുള്ള ശാസ്ത്രജ്ഞന്മാർക്ക് തോന്നിയ കിറുക്കുകളാണ് ലോകത്തിലെ എല്ലാ മികച്ച കണ്ടുപിടുത്തങ്ങൾക്കും കാരണം എന്ന് നമുക്ക് ഈ സമയത്ത് ആലോചിക്കാവുന്നതാണ്. അങ്ങനെ ഒരു ആശയം മനസ്സിൽ തോന്നിയാൽ പിന്നെ മടിച്ചു നിൽക്കരുത്, ഉടൻ പ്രവർത്തിക്കണം. ഡോക്ടർ ബീബും അതുതന്നെ ചെയ്തു. അദ്ദേഹം ഒരു വലിയ ചാക്കെടുത്തു. അതു നിറയെ മണ്ണ് വാരിയിട്ടു. കാട്ടുമണ്ണാണ് കുത്തിയിളക്കി വാരുന്നതെന്ന് ഓർക്കണം. കാട്ടിൽ മണ്ണിന് മുകളിൽ കരിയില മെത്തയുണ്ടായിരിക്കും. കരിയിലകളുടെ അനേകം അടുക്കുകൾ. അടിഭാഗത്തെ കരിയിലകൾ കുറേ ചീഞ്ഞളിഞ്ഞിരിക്കും. അഴുകിയും പൊടിഞ്ഞും മണ്ണിന് മുകളിലൊരു പാളിയായി കിടപ്പുണ്ടാകും. അതിനു താഴെയാണ് കാട്ടിലെ മേൽമണ്ണ്. അപ്പോൾ കാട്ടിലെ മണ്ണ് പരിശോധിക്കാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു അല്ലേ. അപ്പോൾ അതിനെന്ത് വേണം? മണ്ണ് ശേഖരിക്കണം. അപ്പോൾ അദ്ദേഹം മണ്ണ് ശേഖരിക്കാൻ തുടങ്ങി. ഇവിടെ കാണുന്ന ചിത്രത്തിൽ ചാക്കിൽ മണ്ണ് വാരി നിറക്കുകയാണല്ലേ അദ്ദേഹം. ഇപ്പോൾ കാട്ടിൽ നിന്ന് കാട്ടിലെ മണ്ണാണ് കുത്തിയിളക്കി വാരേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ആ മണ്ണിൻ്റെ മുകളിൽ കുറേ എന്തുണ്ടാവും? കരിയിലകളുണ്ടാവും അല്ലേ. വർഷങ്ങളോളമായി ആ മരങ്ങളിൽ നിന്ന് വീണ ഇലകൾ ഇങ്ങനെ അട്ടിയട്ടിയായി അവിടെ കിടക്കുന്നുണ്ടാവും. മുകളിലെ ഇലകളൊക്കെ കാണാൻ കുറച്ചൊക്കെ ഇലകളുടെ രൂപത്തിൽ തന്നെ ഉണ്ടാകും. കുറേ കൂടി താഴെ പോകുമ്പോഴേക്കും ഇലകളൊക്കെ പൊടിഞ്ഞും ചീഞ്ഞളിഞ്ഞുമൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ അഴുകിയും പൊടിഞ്ഞും മണ്ണിന് മുകളിലായി പാളികളായി ഇങ്ങനെ ലെയറുകളായി ഇങ്ങനെ കിടക്കുകയായിരിക്കും ഈ ഇലകൾ. അതിനു താഴെയാണ് കാട്ടിലെ മേൽമണ്ണ്. ഈ കരിയില മെത്തയുടെ താഴെയാണ് മണ്ണ് ഉണ്ടാവുക. അഴുകിപ്പൊടിഞ്ഞു കിടന്ന കരിയിലയും മേൽമണ്ണുമെല്ലാം കൂടി തന്നെയാണ് ചാക്കിൽ നിറച്ചത്. ആ മൺചാക്കുമായി അദ്ദേഹം മടക്കയാത്ര തുടങ്ങി. കാട്ടിലാണല്ലോ ഉള്ളത്, ഇനി അത് കപ്പലിലെത്തിക്കണം. ചാക്കുമായി അദ്ദേഹം തൻ്റെ നാട്ടിലേക്കുള്ള യാത്ര തുടങ്ങി. ആദ്യം ബോട്ടിലൂടെ കടലിലെത്തി, പിന്നെ കപ്പലിലേക്ക് കയറി. മറക്കാതെ മൺചാക്കും കപ്പലിൽ കയറ്റി. അപ്പോൾ ചാക്കുമായി അദ്ദേഹം യാത്രയായി. കപ്പലിൽ വെച്ച് അദ്ദേഹം മൺചാക്ക് തുറന്നു. കൂട്ടുകാരുമൊത്ത് മണ്ണ് പരിശോധിച്ചു. അപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടുപോയി. ഇത്ര കുറച്ചു മണ്ണിൽ ഇത്രയേറെ ജീവികളോ? ആ കാട്ടുമണ്ണ് നിറയെ ജീവികളായിരുന്നു. ഉറുമ്പുകൾ, ചിതലുകൾ, വണ്ടുകൾ, തേളുകൾ, പുഴുക്കൾ, മണ്ണിരകൾ, ഒച്ചുകൾ. വെറും കണ്ണുകൾ കൊണ്ട് കാണാവുന്ന ജന്തുക്കൾ തന്നെ എത്രയധികം! അപ്പോൾ ആ മണ്ണ് പരിശോധിക്കാൻ തുടങ്ങുമ്പോഴേക്കും അദ്ദേഹത്തിന് അത്ഭുതമായി. ആ ഒരു ചാക്ക് മണ്ണിനുള്ളിൽ നിറയെ ജീവികളായിരുന്നു അല്ലേ. പലതരത്തിലുള്ള ജീവികൾ ആ മണ്ണിൽ ജീവിക്കുന്നുണ്ടായിരുന്നു. ഈ മണ്ണിന് ജീവനുണ്ട്, അദ്ദേഹം അറിയാതെ പറഞ്ഞുപോയി അല്ലേ. ഈ മണ്ണിന് ജീവനുണ്ട്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക? മണ്ണിൽ അനേകം ജീവികൾ വസിക്കുന്നു എന്ന് അദ്ദേഹം കണ്ടെത്തി കഴിഞ്ഞു അല്ലേ. കണ്ണുകൊണ്ട് കാണാവുന്ന നിരവധി ജീവികളെയാണ് ആ മണ്ണിൽ അദ്ദേഹം കണ്ടെത്തിയത്. ആ മണ്ണിൽ വെറും കണ്ണുകൊണ്ട് കാണാവുന്ന
ജീവികളും അല്ലാത്തതുമായ ധാരാളം സൂക്ഷ്മജീവികളുമുണ്ട്. ആ ജീവികൾ മണ്ണിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ് അല്ലേ. മണ്ണിൻ്റെ ഘടനയും പ്രവർത്തനവും അപ്പോൾ മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് മണ്ണിന് ജീവനുണ്ട് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കൈവശം വലിയ ലെൻസ് ഉണ്ടായിരുന്നു. വസ്തുക്കളെ വലുതായി കാണിക്കുന്ന തരം ലെൻസ്. നമ്മൾ മൈക്രോസ്കോപ്പ് എന്ന് പറയാറില്ലേ, ഭൂതക്കണ്ണാടി എന്നൊക്കെ പറയുന്ന ചെറിയ വസ്തുക്കളെ വലുതായി കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലെൻസ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അതുപയോഗിച്ച് അദ്ദേഹവും കൂട്ടുകാരും മണ്ണിനെ കൂടുതൽ ശ്രദ്ധയോടെ പരിശോധിച്ചു. അപ്പോൾ വെറും കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ചെറിയ ജീവികളെയും അവർ കണ്ടു. 100 കണക്കിന് കൊച്ചു കൊച്ചു ജീവികൾ. ഓരോന്നും അതിൻ്റെ മൺതരിയെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നു, ഇളകുന്നു, മൺതരികൾക്കിടയിലൂടെ പുളഞ്ഞു നീങ്ങുന്നു. ഡോക്ടർ ബീബും കൂട്ടുകാരും കൂടി അതീവ ശ്രദ്ധയോടെ അനേക ദിവസങ്ങൾ ആ മണ്ണിനെ പരിശോധിച്ചു കൊണ്ടിരുന്നു. ഓരോ ദിവസവും അവർ പുതിയ പുതിയ ജീവികളെ കണ്ടെത്തിക്കൊണ്ടിരുന്നു. ഓരോ നിമിഷവും അവർ അത്ഭുതപ്പെട്ടുകൊണ്ടിരുന്നു. അപ്പോൾ മണ്ണിൽ ജീവിക്കുന്ന ജീവികളുടെ വൈവിധ്യവും സംഖ്യയും അതിശയിപ്പിക്കുന്നതായിരുന്നു. എത്രയേറെ ജീവികൾ! കണ്ണുകൊണ്ട് കാണാവുന്നവയും അല്ലാത്തവയുമായ കോടിക്കണക്കിന് ജീവികളുടെ വാസസ്ഥലമാണ് ഈ മണ്ണ് എന്ന് അദ്ദേഹം തിരിച്ചറിയുകയായിരുന്നു. അങ്ങനെ ഓരോ ജീവിയും ഓരോ ദിവസവും പുതിയ പുതിയ ജീവികളെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം. വിശാലമായ ലോകത്തിൽ നിന്ന് കണ്ണുകളെ മണ്ണിനുള്ളിലേക്ക് ചുരുക്കിയപ്പോൾ ഞങ്ങൾ ഒരു മായാലോകം തന്നെ കണ്ടു. മണ്ണിനടിയിലെ ലോകം, ഇരുട്ടിൻ്റെ ലോകം, ഇരുട്ടിൽ ഇര തേടുന്നവരുടെ ലോകം, ഇരുട്ടിൽ കൃഷി നടത്തുന്നവരുടെയും ലോകം. അപ്പോൾ മണ്ണിൻ്റെ അടിയിലെ ആ പുതിയ ലോകം അദ്ദേഹം കണ്ടെത്തുകയായിരുന്നു. മണ്ണിനടിയിലെ ലോകം ഇരുട്ടിൻ്റെ ലോകമായിരുന്നു അത്. നമുക്കറിയാം, മണ്ണിനടിയിൽ വെളിച്ചമൊന്നും എത്തില്ല അല്ലേ. പ്രകാശം എത്താത്ത മണ്ണിനടിയിലെ ജീവികൾക്ക് ആ ഇരുട്ടിൽ ജീവിക്കാനുള്ള പ്രത്യേകമായ കഴിവുകൾ പ്രകൃതി നൽകിയിട്ടുണ്ട്. ആ ഇരുട്ടിൽ ഇര തേടാനും അവർക്ക് കഴിയും. പിന്നെ ജീവികൾ അവിടെ ആ മണ്ണിൽ കൃഷി നടത്തുന്നു അല്ലേ. ഇരുട്ടിൽ കൃഷി നടത്തുന്നവരാണ്, ആ കൃഷി നടത്തുന്നവരുടെ ലോകമാണ് ആ മണ്ണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അല്ലേ. ജീവികൾ അവരുടെ ദേഹത്തിൽ നിന്നും വിസർജ്യങ്ങളൊക്കെ ആയിട്ട് പുറത്തേക്ക് പോകുന്ന ജീവാംശങ്ങൾ അല്ലെങ്കിൽ പോഷകാംശങ്ങൾ നൽകുന്നത് കാരണം സസ്യങ്ങളൊക്കെ വളരാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇരുട്ടിൽ കൃഷി ചെയ്യുന്നവരെന്നൊക്കെ അദ്ദേഹം പറയുന്നത്. അവിടെ ഇലകൾ വിശാലമായ പാടങ്ങളായി മാറിയിരിക്കുന്നു. ഇലകൾ വയലുകളായി മാറിയിരിക്കുന്നു എന്ന്. മണ്ണിനോട് ചേർന്ന് കിടക്കുന്ന ഇലകളാണല്ലേ. ആ ഇലകളെ ദ്രവിപ്പിച്ച് അവിടെ ചെറിയ ചെറിയ സസ്യങ്ങൾ വളരാനുള്ള സാഹചര്യങ്ങൾ ഈ ജീവികൾ ഒരുക്കുന്നു. കുമിളുകൾ അഥവാ ഫംഗസുകൾ കാടുകളായി വളർന്നിരിക്കുന്നു. നമ്മൾ പൂപ്പൽ എന്നൊക്കെ പറയുന്ന ജീവികളില്ലേ, അതൊക്കെ കാടുപോലെ കാണപ്പെട്ടു. ലെൻസ് കൊണ്ട് നോക്കിയപ്പോൾ കൊച്ചു കൊച്ചു കാടുകൾ പോലെയാണ് അദ്ദേഹത്തിന് തോന്നിയത്. മൺതരികൾക്കിടയിലൂടെ സൂപ്പർ ഹൈവേകൾ ഉണ്ടായിരിക്കുന്നു. ഈ ജീവികൾ സഞ്ചരിച്ച് ഹൈവേകൾ പോലെ മണ്ണിനടിയിൽ വഴിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഉറുമ്പുകൾ പോകുന്ന വഴിയിലൊക്കെ ഹൈവേ പോലെയുള്ള കാണാറുണ്ടല്ലേ, പാത കാണാറുണ്ടല്ലേ, ഉറുമ്പുകൾ ഉണ്ടാക്കിയ വഴി. അതുപോലുള്ള സൂപ്പർ ഹൈവേകൾ മണ്ണിനടിയിലെ ജീവികളും ഉണ്ടാക്കിയിരിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിഞ്ഞു. അവിടെ ആരെയും അമ്പരപ്പിക്കുന്ന മിമിക്രി വീരന്മാർ അവരുടെ കലാപരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മിമിക്രി വീരന്മാരുമുണ്ട് അവിടെ, അവരുടെ കലാപരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നു. മിമിക്രി കാണാറുണ്ടല്ലോ അല്ലേ. എന്താണ് മിമിക്രി എന്ന് പറഞ്ഞാൽ? ഒരു ജീവി മറ്റൊരു ജീവിയുടെ രൂപം, നിറം, പെരുമാറ്റം എന്നിവയൊക്കെ അനുകരിക്കുന്ന പ്രക്രിയക്കാണ് നമ്മൾ മിമിക്രി എന്ന് പറയാം. ഈ പ്രക്രിയയിലൂടെ മിമിക്രി ചെയ്യുന്ന ജീവികൾ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുന്നു അല്ലേ, ഇര പിടിക്കുന്നു. അങ്ങനെ സ്വയം സംരക്ഷണം നൽകുകയാണ് ഈ മിമിക്രി പരിപാടിയിലൂടെ ഈ ജീവികൾ ചെയ്യുന്നത്.
പച്ച തവള ഇലകളെ അനുകരിച്ചുകൊണ്ട് ഇലകൾ പോലെ അനങ്ങാതെ കിടന്ന് ജീവികളിൽ നിന്നും രക്ഷ നേടാറുണ്ട് അല്ലേ. അതുപോലെ പൂമ്പാറ്റകൾ പൂക്കളെ പോലെയും ഇലകളെ പോലെയൊക്കെ തോന്നിപ്പിക്കുന്ന പൂമ്പാറ്റകൾ, മരത്തിൻ്റെ തൊലിയോട് ചേർന്ന് നിൽക്കുന്ന തൊലി പോലെ തോന്നിക്കുന്ന പുഴുക്കൾ, അങ്ങനെയൊക്കെ കാണാറില്ലേ. അപ്പോൾ അവയ്ക്ക് സ്വയം സംരക്ഷണം നൽകാനുള്ള മാർഗം പ്രകൃതി തന്നെ അവയ്ക്ക് നൽകിയിട്ടുണ്ട്. ഇവിടെ ആരാണ് നോക്കൂ, വളരെ ചെറിയ വണ്ടുകൾ വളഞ്ഞു ചുരുണ്ട് ചെറിയ വിത്തുകളുടെ രൂപത്തിലിരുന്ന് ശത്രുക്കളെ പറ്റിക്കുന്നു. ചെറിയ വണ്ടുകൾ, ചെറിയ ജീവികൾ വളഞ്ഞ് വിത്തിൻ്റെ രൂപത്തിലിരുന്നു കൊണ്ടാണ് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടുന്നത്. വിത്തുകളുടെ പുറത്തെ ഡിസൈനുകൾ വരെ വണ്ടുകളുടെ പുറത്തുണ്ടാക്കിയിരിക്കുന്നു. വിത്തുകളുടെ പുറത്ത് കാണുന്ന ചെറിയ നേർത്ത ചിത്രപ്പണികളൊക്കെ അവയുടെ പുറത്തുമുണ്ട്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ അത് ഏതോ ചെടിയുടെ വിത്താണെന്നേ തോന്നും. അപ്പോൾ അങ്ങനെ മിമിക്രി കാണിച്ച് രൂപമാറ്റം വരുത്തി സ്വയം രക്ഷപ്പെടുന്ന ജീവികളെയും അദ്ദേഹം അവിടെ കണ്ടു. ചെറിയ വിത്തുകളോ വണ്ടുകളുടെ രൂപത്തിലിരുന്നും മിമിക്രി കാണിക്കുന്നു. തിന്നും തിന്നപ്പെട്ടും മത്സരിച്ചും സഹകരിച്ചും ജീവിക്കുന്ന നൂറുകണക്കിന് ജീവികളുടെ ആ അത്ഭുത ലോകം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഡോക്ടർ ബീബ് പുറം ലോകത്തെപ്പറ്റി മറന്നുപോയി. തിന്നും തിന്നപ്പെട്ടും അല്ലേ, പരസ്പരം സഹകരിച്ചും മത്സരിച്ചും ജീവിക്കുന്ന ജീവികൾ. ശരിക്കും ഈ ലോകം അങ്ങനെ തന്നെയാണല്ലേ. തിന്നും തിന്നപ്പെട്ടും ജീവിക്കുകയാണ് എല്ലാവരും. പരുന്ത് പാമ്പിനെ തിന്നുന്നു, പാമ്പ് തവളയെ തിന്നുന്നു, തവള പുൽച്ചാടിയെയും മറ്റു പ്രാണികളെയൊക്കെ തിന്നുന്നു. അങ്ങനെ തിന്നും തിന്നപ്പെട്ടുമാണ് ഓരോരുത്തരും ഇവിടെ കഴിഞ്ഞുകൂടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അത്ഭുത ലോകം തന്നെയാണ് മണ്ണിനുള്ളിലും അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത്. അത് കണ്ട് അത്ഭുതപ്പെട്ട അദ്ദേഹം അതിലൊരു ജീവിയായി മാറിപ്പോയി അല്ലേ. ആ പുഴുക്കളെ പോലെ, ആ ചെറിയ പ്രാണികളെ പോലെ, ചെറിയ ജീവികളെ പോലുള്ള ഒരു ജീവിയാണ് താനും എന്ന് അദ്ദേഹം ചിന്തിക്കുകയുണ്ടായി. അങ്ങനെയുള്ളൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ടായി. അതുപോലൊരു ജീവിയായി താനും മാറുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നുകയാണ്. താനും ചുരുങ്ങി ചുരുങ്ങി ചെറുതായി ചെറുതായി മണ്ണിനുള്ളിലെ മായാലോകത്തിൽ അകപ്പെട്ടതുപോലെ അദ്ദേഹത്തിന് തോന്നി. ഈ ചിത്രത്തിൽ അങ്ങനെയുണ്ടല്ലേ, ഒച്ചുകളെയൊക്കെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹവും ഒരു കൊച്ചുകുട്ടിയെപ്പോലെ, ഒരു ചെറിയ ജീവിയെപ്പോലെ ആ മണ്ണിൻ്റെ ഒരു ഭാഗമായി മാറിക്കിടക്കുന്ന ഒരു ചിത്രമാണത്. അത്ഭുതകരമായ ഒരു മായാലോകത്തെത്തിയതുപോലെ അദ്ദേഹത്തിന് തോന്നുകയാണ്. മണ്ണിലെ എല്ലാ ജീവികളെയും പോലെ താനും ഒരു ജീവി തന്നെയാണ്. അങ്ങനെ ഒരു ജീവി തന്നെയാണല്ലോ മനുഷ്യനും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത അദ്ദേഹത്തിന് ആ ലോകത്തെത്തിയപ്പോൾ, ആ കാഴ്ചകൾ കണ്ടപ്പോൾ തോന്നുകയാണ്. താനും ഒരു ആലീസ് ആയതുപോലെ മണ്ണിനടിയിലെ മായാലോകത്തിലെത്തിയ മറ്റൊരു ആലീസ്. ആലീസിൻ്റെ അത്ഭുത ലോകം കേട്ടിട്ടില്ലേ നിങ്ങൾ? ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്നുള്ള കഥ. ലൂയിസ് കരോൾ എന്ന ബാലസാഹിത്യകാരൻ എഴുതിയ പ്രശസ്തമായൊരു ബാലസാഹിത്യ കൃതിയാണ് ആലീസ് ഇൻ വണ്ടർലാൻഡ് അല്ലേ, ആലീസിൻ്റെ അത്ഭുത ലോകം എന്നത്. അപ്പോൾ അത്തരമൊരു ലോകം ആണ് ആ മണ്ണിൻ്റെ ലോകം എന്ന് അദ്ദേഹത്തിന് തോന്നുകയാണ്. അപ്പോൾ ഈ തോന്നലൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ചിന്ത എന്താണ്? ഈ മണ്ണിൽ നമ്മുടെ മാത്രമല്ല ഈ മണ്ണ് അല്ലേ, അനേകം ജീവികളുടെ വാസസ്ഥലമാണ്. അതുകൊണ്ട് പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യവും ആവശ്യകതയുമാണ് ഈ കണ്ടെത്തൽ എടുത്തു കാണിക്കുന്നത്. ലേഖനം മനസ്സിലായല്ലോ. ഇനി നമുക്ക് പഠന പ്രവർത്തനങ്ങൾ നോക്കാം. ഒന്നാമത്തേത് കാണാ കാഴ്ചകൾ. ലേഖനം വായിച്ച് ഓരോരുത്തരും ചോദ്യങ്ങൾ തയ്യാറാക്കുക. ഇവിടെ ഒരു ചോദ്യം കൊടുത്തിട്ടുള്ളത്, വില്യം ബീബിന് തോന്നിയ വിചിത്രമായ ആശയം എന്തായിരുന്നു? എന്തുകൊണ്ടാണ് അതിനെ വിചിത്രമായ ആശയം എന്ന് പറയുന്നത്? മണ്ണിനുള്ളിലെ രഹസ്യം കണ്ടെത്തുക. അതാണ് അദ്ദേഹത്തിന് തോന്നിയ വിചിത്രമായ ആശയം. മണ്ണിനോ മണ്ണിനടിയിലെ ജീവജാലത്തെക്കുറിച്ചുള്ള പഠനത്തിനോ അക്കാലത്ത് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ബീബിന് തോന്നിയ ഈ ആശയം മറ്റുള്ളവർക്ക് വിചിത്രമായി തോന്നിയത്. മറ്റു കുറച്ച് ചോദ്യങ്ങൾ പ്രവർത്തനങ്ങളുടെ അവസാനം കൊടുത്തിട്ടുണ്ട്. അടുത്ത ചോദ്യം,
ആലീസിൻ്റെ അത്ഭുത ലോകം. പണ്ടൊരു ആലീസ് അത്ഭുത ലോകത്തിലെത്തിയ കഥ കേട്ടിട്ടില്ലേ? താനും ഒരു ആലീസ് ആയതുപോലെ മണ്ണിനടിയിലെ മായാലോകത്തിലെത്തിയ മറ്റൊരു ആലീസ്. ലൂയിസ് കരോൾ എഴുതിയ ആലീസിൻ്റെ അത്ഭുത ലോകം എന്ന നോവൽ വായിച്ചിട്ട് അതിനെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ് അടുത്ത പ്രവർത്തനം. ആലീസിൻ്റെ അത്ഭുത ലോകം. ലൂയിസ് കരോളിൻ്റെ പ്രശസ്തമായ ബാലസാഹിത്യ കൃതിയാണ് ആലീസിൻ്റെ അത്ഭുത ലോകം. ഒരു ദിവസം തോട്ടത്തിലെ മരത്തണലിൽ ഉറങ്ങിപ്പോയ ആലീസ് ഒരു സ്വപ്നം കാണുന്നു. കളിക്കുന്നതിനിടയിൽ ഒരു മുയലിനെ പിന്തുടർന്ന് ഒരു അത്ഭുത ലോകത്ത് എത്തിച്ചേരുന്നത്. വിസ്മയപരമായ പല അനുഭവങ്ങളും അവിടെ അവൾക്ക് ഉണ്ടാകുന്നു. വിസ്മയകരമായ എന്നാണ് ഏറ്റവും യോജിക്കുന്നതെന്ന് തോന്നുന്നു. വോയിസ് ഇട്ടിട്ടാണ് പറഞ്ഞുകൊണ്ടാണ് ഇത് ടൈപ്പ് ചെയ്തത്, വാട്സപ്പിൽ ടൈപ്പ് ചെയ്തതാണ്. അപ്പോൾ അത് അവിടെ വിസ്മയപരം എന്ന് മാറിയതാണെന്ന് തോന്നുന്നു. വിസ്മയകരമായ എന്നാണ് ഏറ്റവും യോജിച്ചത്. വിസ്മയകരമായ പല അനുഭവങ്ങളും അവിടെ അവൾക്ക് ഉണ്ടാകുന്നു. ഒരു തരം വെള്ളം കുടിക്കുമ്പോൾ ചെറുതായി പോകുന്നത്, ഒരു ചെറിയ കഷ്ണം കേക്ക് കഴിക്കുമ്പോൾ വലുതാകുന്നത്, കരയാൻ തുടങ്ങുമ്പോൾ കണ്ണീർ കുളത്തിൽ വീണു പോകുന്നത്, പൂക്കൾ സംസാരിക്കുന്നത്, അങ്ങനെ. ഉറക്കത്തിൽ നിന്ന് ഉണർന്നപ്പോഴാണ് കണ്ടതെല്ലാം സ്വപ്നമായിരുന്നു എന്ന് അവൾ തിരിച്ചറിയുന്നത്. ലൂയിസ് കരോളിൻ്റെ ഈ പുസ്തകത്തിൽ സ്വപ്നലോകവും യഥാർത്ഥ ലോകവും കാണാൻ കഴിയുന്നു. അടുത്തത് ജീവിക്കാം പ്രകൃതിയെ നോവിക്കാതെ. ഈ ചിത്രം നോക്കൂ, ഇതിലെന്തെല്ലാം ഉണ്ട്? ഇത്തരം കാഴ്ചകൾ ഭൂമിക്കും ജീവജാലങ്ങൾക്കും ഗുണകരമാണോ? ആരെല്ലാമാണ് ഭൂമിയുടെ അവകാശികൾ? എന്തൊക്കെയാണ് ചിത്രത്തിൽ കാണുന്നത്? മരം മുറിച്ച് കടത്തുന്നു, അല്ലേ? മണ്ണിടിക്കുന്നു, വെള്ളവും വായുവും ഒക്കെ മലിനമാകുന്നു, വയലുകളൊക്കെ നികത്തി കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കുന്നു, അല്ലേ? ചിത്രത്തിൽ കാണുന്നത് മരം മുറിച്ച് കടത്തുന്നു, കുന്നിടിക്കുന്നു, വെള്ളവും വായുവും മലിനമാകുന്നു, വയലുകൾ നികത്തി കെട്ടിടങ്ങൾ പണിയുന്നു എന്നിങ്ങനെയുള്ള ദൃശ്യങ്ങളാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. മനുഷ്യൻ്റെ ഇത്തരം അതിക്രമങ്ങൾ ഭൂമിയെയും മറ്റു ജീവജാലങ്ങളെയും നശിപ്പിക്കുന്നു. കാടുകൾ ഇല്ലാതാക്കുന്നതും കുന്നിടിക്കുന്നതും മണ്ണൊലിപ്പിനും കാലാവസ്ഥാ വ്യത്യാസങ്ങൾക്കും കാരണമാകുന്നു. ചൂട് വർദ്ധിക്കുന്നു, ജീവികളുടെ വാസസ്ഥലം ഇല്ലാതാകുന്നു. വെള്ളവും വായുവും മലിനമാക്കുന്നത് ജീവജാലങ്ങളുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നു. വയലുകൾ ഇല്ലാതായാൽ കൃഷി നശിക്കും. ഭൂമി മനുഷ്യൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ളതല്ല. ഇവിടുത്തെ ഓരോ പുൽക്കൊടിയും ഭൂമിയുടെ അവകാശികളാണ്. അടുത്തത് വായിക്കാം, കണ്ടെത്താം. ചുവടെ കൊടുത്ത പദജോഡികൾ ശ്രദ്ധിക്കൂ. അവയിൽ എന്ത് വ്യത്യാസമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എന്തൊക്കെയാണ് നോക്കാം. കണ്ടു, കണ്ട. തുറന്നു, തുറന്ന. ചിന്തിച്ചു, ചിന്തിച്ച. മറന്നു, മറന്ന. പറഞ്ഞു, പറഞ്ഞ. കിടക്കുന്നു, കിടക്കുന്ന. എന്താണ് വ്യത്യാസമുള്ളത്? കണ്ടു, തുറന്നു, ചിന്തിച്ചു എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരു ആശയം പൂർണ്ണമായ ഒരു ക്രിയാപദത്തെ കാണുന്നു. അടുത്ത ഭാഗത്താണെങ്കിൽ അപൂർണമായ ക്രിയാപദമാണ്. ഇവ ക്രിയയുടെ രണ്ട് വിഭാഗങ്ങളാണ്. ആദ്യത്തേത് സ്വതന്ത്രമായി നിൽക്കുന്ന ക്രിയാപദമാണ്, അതായത് പൂർണ്ണക്രിയ. അതിന് മുറ്റുവിന എന്നൊരു പേര് കൂടിയുണ്ട് കേട്ടോ. രണ്ടാമത്തേതിന് മറ്റൊരു പദത്തെ ആശ്രയിച്ചു മാത്രമേ നിൽക്കാൻ കഴിയൂ. അത് അപൂർണക്രിയയാണ്. അതിന് പറ്റുവിന എന്നും പറയാറുണ്ട്. അടുത്തത് മണ്ണറിവ്, പൊന്നറിവ്. ചില പഴഞ്ചൊല്ലുകൾ വായിക്കാം. മണ്ണറിഞ്ഞു കൃഷി ചെയ്യണം, മണ്ണ് പൊന്നാക്കണം, ചേറ് ചോറാക്കണം, ചോറ് ചേറാക്കരുത്. മണ്ണുമായിട്ട് ബന്ധപ്പെട്ട പഴഞ്ചൊല്ലാണല്ലേ. മണ്ണറിഞ്ഞ് കൃഷി ചെയ്യണം എന്ന് വെച്ചാൽ എന്താണ്? മണ്ണിൻ്റെ സ്വഭാവവും പ്രത്യേകതയൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം, ഓരോ മണ്ണിനും അനുയോജ്യമായ കൃഷി വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാ മണ്ണിലും എല്ലാ വിളവുകളും കൃഷി ചെയ്യാൻ പറ്റില്ല.
അപ്പോൾ മണ്ണിൻ്റെ സ്വഭാവവും പ്രത്യേകതയും മനസ്സിലാക്കി കൃഷി ചെയ്യണം എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മണ്ണ് പൊന്നാക്കണം എന്നാലോ മണ്ണിനെ സംരക്ഷിക്കുകയും അതിൻ്റെ ഫലഭൂയിഷ്ഠത നിലനിർത്തുകയും വേണം എന്നാണ്. ചേറ് ചോറാക്കണം, മണ്ണിലെ വളക്കൂറ് നഷ്ടപ്പെടുത്താതെ ഉപയോഗക്ഷമമാക്കി എപ്പോഴും നിലനിർത്തണം എന്നാണ്. വിപരീത പദങ്ങൾ: ശത്രു, മിത്രം, ശ്രദ്ധ, അശ്രദ്ധ, വിശാലം, സങ്കുചിതം, ഇരുട്ട്, വെളിച്ചം. വിഗ്രഹിക്കുക: കാട്ടരുവി, കാട്ടിലെ അരുവി. മൺചാക്ക്, മണ്ണ് നിറച്ച ചാക്ക്. കരിയില മെത്ത, കരിയില കൊണ്ടുള്ള മെത്ത. പിരിച്ചെഴുതുക: കയറിപ്പറ്റി, കയറി പ്ലസ് പറ്റി. കുത്തി ഇളക്കി, കുത്തി പ്ലസ് ഇളക്കി. ഇത്രയേറെ, ഇത്ര പ്ലസ് ഏറെ. ഉത്തരം കണ്ടെത്തുക. വില്യം ബീബ് കാട്ടിലെത്തിയത് എന്തിനായിരുന്നു? ഉത്തരം: പക്ഷികളെ ശേഖരിക്കാനാണ് വില്യം ബീബ് കാട്ടിൽ എത്തിയത്. രണ്ടാമത്തേത്: ദിവസങ്ങൾ നീളുന്ന കപ്പൽ യാത്രയ്ക്കിടയിൽ നേരം പോകാൻ ശാസ്ത്രജ്ഞൻ കണ്ടെത്തിയ പോംവഴി എന്തായിരുന്നു? ഉത്തരം: കാട്ടുമണ്ണ് പരിശോധിച്ചു മണ്ണിനുള്ളിലെ രഹസ്യം കണ്ടെത്തുക. മൂന്നാമത്തേത്: കാട്ടുമണ്ണിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഉത്തരം: കാട്ടുമണ്ണിന് മുകളിൽ കരിയില മെത്തയുണ്ടാകും. അടിഭാഗത്തെ കരിയിലകൾ അഴുകിയും പൊടിഞ്ഞും മണ്ണിനുള്ളിൽ പാളിയായി കിടക്കുന്നുണ്ടാകും. അടുത്തത്: ലെൻസ് ഉപയോഗിച്ച് മണ്ണ് പരിശോധിച്ചപ്പോൾ വില്യം ബീബും കൂട്ടുകാരും കണ്ടത് എന്തായിരുന്നു? ഉത്തരം: നൂറുകണക്കിന് കൊച്ചു കൊച്ചു ജീവികൾ. ഓരോന്നും അതിൻ്റെ മൺതരിയെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നു, ഇളകുന്നു, മൺതരികൾക്കിടയിലൂടെ പുളഞ്ഞു നീങ്ങുന്നു. ഇത് പ്രൊഫസർ എസ് ശിവദാസ്. നമ്മുടെ ലേഖനം എഴുതിയത് ഇദ്ദേഹമാണ്. ബാലസാഹിത്യകാരനാണ്. ശാസ്ത്ര വിഷയങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലെ ഇതിവൃത്തം. യുറീക്ക മാമൻ എന്ന് ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. കോളേജ് അധ്യാപകനായിരുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത പാഠവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.